നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2-3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കെ.സി. വേണുഗോപാൽ എം പി അദ്ദേഹം വലിയ രീതിയിലുള്ള, അതായത് CPM-നെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. ആ പ്രസ്താവനയിൽ ഇപ്പോൾ CPM വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രസ്താവന എന്ന് പറയുന്നത് കണ്ണൂരിൽ നടക്കുന്ന കള്ള വോട്ടുകളെ പറ്റിയിട്ടായിരുന്നു പ്രസ്താവന. യഥാർത്ഥത്തിൽ ഇത് CPM-നെ മൊത്തത്തിൽ കുടുക്കിയിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും കള്ളവോട്ട് കണ്ടുപിടിച്ചാരെന്ന് ചോദിച്ചാൽ അത് CPM തന്നെയാണ്. കള്ളവോട്ട് നമ്മളിപ്പം ഈ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, ഈ നമ്മുടെ അടൂർ പ്രകാശ്, അതായത് ആദ്യം അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ മത്സരിക്കുമ്പോൾ സമ്പത്താണ് അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത്. സമ്പത്ത് ജയിക്കുന്നത് വളരെ വലിയ ഭൂരിപക്ഷത്തിലാണ് ആറ്റിങ്ങിലും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അടൂർ പ്രകാശ് വന്നിട്ട് കണ്ടുപിടിക്കുകയാണ്, ഈ അടൂർ പ്രകാശ് കണ്ടുപിടിക്കുന്ന ആറ്റിങ്ങൽ ഈ സമ്പത്തിന് കിട്ടുന്ന ഇത്രയും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്ന കള്ള വോട്ടാണ്. കൃത്യമായി അതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ വർഷം സമ്പത്ത് തോക്കുകയാണ്. അടൂർ പ്രകാശ് അപ്പോഴും ജയിക്കുന്നു. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ലോക്സഭയ്ക്ക് മുമ്പുള്ള 24 ലോക്സഭയ്ക്ക് മുമ്പുള്ള അതുപോലെ കള്ള വോട്ട് കൃത്യമായി കണ്ണൂർ കെ.സി. വേണുഗോപാൽ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം തളിപ്പറമ്പിൽ പയ്യന്നൂരാണ് അദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പയ്യന്നൂരിലെ വിഷയമാണ് അദ്ദേഹം ഇന്നലെ പറയുന്നത്. എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ അദ്ദേഹം കണ്ണൂരുകാരനാണ്. അദ്ദേഹത്തിന് അറിയാം അവിടുത്തെ CPM-കാർ എങ്ങനെയാണ്. ഇത് ചുമ്മയെന്ന് അദ്ദേഹം പറയത്തില്ല. കാര്യം അവരുടെ കൂട്ടത്തിൽ നിന്നവരിൽ ചോർത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ കണ്ണൂരുകാരനായ അദ്ദേഹത്തിന് കൃത്യമായി എവിഡൻസ് കിട്ടിയിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇത്തരത്തില് ഇപ്പോൾ കണ്ണൂരിലേക്ക് വേണ്ടിയിട്ട് കള്ളവോട്ടിന്റെ ആരോപണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പലപ്പോഴും അത് പ്രാദേശികമായിട്ട് അവിടെ അങ്ങ് ഒതുങ്ങിത്തീരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ ഇപ്പോ കെ.സി. വേണുഗോപാൽ എം പി ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നൊരു രീതിയിലേക്ക് പോകുന്നുണ്ട്. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ തന്നെ ദേശീയ വക്താവ് കൂടിയാണ്, അതായത് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ വരെ കണ്ണൂര് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുമ്പോൾ, ഇത് ദേശീയ തലത്തിൽ ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂര് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകത്തില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവര് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് കെ.സി. വേണുഗോപാലിന്റെ പേരില്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയാകാൻ പോകുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാൻ പോകുന്നത് കള്ളവോട്ട്. ഇത് ചുമ്മാ പറയില്ലല്ലോ. കള്ളവോട്ട് ചെയ്ത് ഇപ്പൊ 2 സ്ഥലങ്ങളിൽ അവർ ഒരുപാട് വിയർക്കുന്നുണ്ട്. തളിപ്പറമ്പിലും വിയർക്കുന്നുണ്ട്, പയ്യന്നൂരും വിയർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നു, അത് നീക്കം നടക്കാൻ പോകുന്നു എന്ന് കണ്ടുകൊണ്ട് ഇതിനെതിരെ ആരോപണം വരുമ്പോൾ അവര് തീർച്ചയായിട്ടും അവരുടെ ആ ഉദ്യമം പരാജയപ്പെടുക തന്നെ ചെയ്യും. ആ ഉദ്യമം പരാജയപ്പെടും. കാര്യം ഏത് വിധേനയും ഇപ്പോൾ പയ്യന്നൂർ എന്ന് പറയുന്ന മധുസൂദൻ എന്ന് പറയുന്ന സിറ്റിംഗ് MLA എന്തുകൊണ്ട് അവർ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയെന്ന് ചോദിച്ചാൽ മധുസൂദനൻ നിൽക്കേണ്ടത് പാർട്ടിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, CPM-ന്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുസൂദനൻ മത്സരിക്കുമ്പോൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ കള്ള വോട്ടും കൂടെയൊക്കെ വേണമല്ലോ. കാര്യം ഭൂരിപക്ഷം കുറഞ്ഞാൽ അതും ജയിക്കണമെന്ന് വേറെ കാര്യം, പക്ഷെ ഭൂരിപക്ഷം പോയാൽ അതും കുറവാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം തുടക്കത്തിലെ പാളിയപ്പോൾ തീർച്ചയായിട്ടും കള്ള വോട്ടിനൊരു പൂട്ട് വീഴും. ബാക്കി സ്വാഭാവികമായിട്ട് ഇതിന്റെ മറ്റൊരു വശം ഞാൻ പറഞ്ഞുതരാം. ആ വശം എന്ന് പറയുന്നത് ഇന്നല്ല യഥാർത്ഥത്തിൽ കണ്ണൂർ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് കള്ളവോട്ട് ഉണ്ട് എന്ന് ആരോപിക്കുന്നത്. ഇത് കാലങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ്. അതായത് 3.5 പതിറ്റാണ്ട് മുൻപ് കണ്ണൂരിൽ കള്ളവോട്ടിനെതിരെ കോൺഗ്രസ് നടത്തിയ ഒരു നിയമ പോരാട്ടമുണ്ട്. 1991 കണ്ണൂരിലെ എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ. സുധാകരൻ CPM-ലെ O. ഭരതനോട് തോറ്റത് വെറും 219 വോട്ടിനാണ്. അപ്പോ പക്ഷെ ആ മണ്ഡലത്തിൽ CPM 5000-ഓളം കള്ളവോട്ടുകൾ ചേർത്തെന്ന് ആരോപിച്ച് തെളിവ് സഹിതം സുധാകരൻ കോടതിയെ സമീപിച്ചു. അതിൽ 308 കള്ളവോട്ടുകൾ പ്രഥമ ദൃഷ്ട്യാൽ സ്ഥിരീകരിച്ച ഹൈക്കോടതി 1992 സുധാകരനെ വിജയിയായി പ്രഖ്യാപിച്ചു. അതാണ് കണ്ണൂരിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതെ, ഇടയ്ക്കാട് ഈ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. ഈ O. ഭരതൻ എന്ന് പറയുന്ന നേതാവ്, അവരുടെ ഭരതേട്ടൻ, കണ്ണൂരുകാരുടെ ഭരതേട്ടൻ, അദ്ദേഹം ജയിച്ചു, പിന്നെ കേസിന് പോയി, അവസാനം സുധാകരൻ അത് തിരികെ വരുന്നത്, അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. 91 സംഭവം. അതെ, അല്ല, സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയത്തിന് ശേഷം ഇപ്പൊ ദീർഘകാലമായിട്ട് കോൺഗ്രസ് പിന്നീട് നിയമ പോരാട്ടം നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങളാണ് ഇത്തരത്തിലുള്ള കള്ളവോട്ടാണ് തെളിവാണതല്ല ഇപ്പോഴും. അതായത് CPM-നെ സംബന്ധിച്ച് എന്താണ്, ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പൂച്ചയാക്കാനും ഒക്കെ അറിയാവുന്ന ഒരു പാർട്ടി CPM-ആണ്. വോട്ടിന് വേണ്ടി അവർ എന്ത് പണിയും ചെയ്യും. അല്ല, ഇതിപ്പോ അർദ്ധരാത്രിയാണ് എന്ന് ഈ പകൽ വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ അതാണ് സഹാക്കൾ വിശ്വസിച്ചോളൂ. ഒന്നാലോചിച്ച് നോക്കൂ, ഗർഭം ഇവിടെ ഗർഭമില്ല എന്ന് പറഞ്ഞിട്ട് കൊച്ചു പ്രസവിച്ചപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടി ഏതാണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. യോഗം കൂടി, നമുക്കറിയാം മറ്റേ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അവസാനം യോഗം കൂടി ഈ ഗർഭം ആരുടെയാണ്, ഈ സഖാവിന്റെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അവസാനം എന്താണ്, അവര് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിച്ച കമ്മിറ്റി പറഞ്ഞു ഇല്ല, സഖാവ് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഇത് സഖാവിന്റെ അല്ല. അവസാനം 10 മാസം കഴിഞ്ഞ് കൊച്ചു പ്രസവിക്കുന്ന സാഹചര്യത്തിൽ
കൊച്ചിനെ പ്രസവിച്ചതിന്റെ പേരിൽ, പാർട്ടി പറയാതെ കൊച്ചിനെ പ്രസവിച്ചതിന്റെ പേരിൽ പുറത്താക്കിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പം അതും ഈ കണ്ണൂരിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ കണ്ണൂർ നടക്കുന്ന സാഹചര്യത്തിൽ എന്താണ് പാർട്ടി പറയുന്നത്? പാർട്ടി കോട്ടയാണല്ലോ, പാർട്ടി ഗ്രാമമാണല്ലോ, തിരിച്ചൊന്നും പറയാൻ കഴിയില്ല. പാർട്ടി പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക. എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ ചേട്ടൻ അടുത്തൊരു ചർച്ചയില് മറ്റേ നന്ദകുമാർ സാർ പറയുന്നുണ്ട്, കണ്ണൂരിലെ ബുദ്ധിയില്ലാത്തവന്മാർക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി ക്ലാസ്സുകൾ യഥാർത്ഥത്തിൽ നടത്തി വരുന്നത്. അപ്പോൾ അതേപോലെയാണ് കണ്ണൂരാണ് ഇപ്പോൾ പിണറായിയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ധർമ്മടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധർമ്മടത്ത് എന്ത് വികസനമാണ് വന്നിട്ടുള്ളത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമാണ്. എല്ലാ വർഷവും വോട്ട് ഷെയർ കൂട്ടി വരികയാണ്. അവസാനം അദ്ദേഹം മത്സരിച്ച് ഏകദേശം 97,000 വോട്ട് അദ്ദേഹം നേടി. അതായത് ഇനി 1 ലക്ഷം വോട്ട് നേടുമെന്നാണ് പറയുന്നത്. 50,000 വോട്ട്, അതെ, ഭൂരിപക്ഷം 50,000 കടന്നു. സ്വാഭാവികമായിട്ടും ഈ 10 കൊല്ലം കൊണ്ട് പിണറായി വിജയൻ അവിടെ എന്താണ് നടത്തിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കണ്ണൂർ പോലുള്ള ഗ്രാമങ്ങൾ ഇന്നും അത് തന്നെയാണ്, പാർട്ടി ഗ്രാമങ്ങൾ ഇന്നും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് എന്ത് വികസനമാണ്? വികസനം മുരടിച്ചത് തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഈ ആക്ഷേപം പറയുന്ന UDF-ന്റെ മണ്ഡലങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ മണ്ഡലങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ വികസനങ്ങൾ വന്നിട്ടുണ്ട്, അവിടെയൊക്കെ വലിയ വികസനങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും കണ്ണൂർ എന്ന് പറയുന്ന ഈ പാർട്ടി ഗ്രാമത്തിൽ എല്ലാ കാലവും പാർട്ടി സംരക്ഷിച്ചു പോകുന്ന, പാർട്ടി പ്രവർത്തകർ സംരക്ഷിക്കുന്ന, അണികൾ ഒപ്പം നിൽക്കുന്ന പാർട്ടി ഗ്രാമത്തിന് വേണ്ടിയിട്ട് പാർട്ടി എന്താണ് ചെയ്തത്? രക്തസാക്ഷികളെ ഉണ്ടാക്കിയതാണ് ഈ പാർട്ടി ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ചെയ്തിരിക്കുന്നത്. പിണറായിലെ തന്നെ നമ്മുടെ ഒരു പഴയ അവരുടെ നേതാവ് എന്നോട് സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിനെതിരെ ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ച് പേടിപ്പിക്കാമെന്നായിരിക്കാം CPM-മാരൊക്കെ വിചാരിച്ചിട്ടുള്ളത്. സ്ഥലമല്ലേ കണ്ണൂര്? CPM-മാരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വക്കീൽ നോട്ടീസ് കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന ആളാണ് KC വേണുഗോപാൽ എന്നാണ്. പക്ഷെ ഒന്നാലോചിച്ചോ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പുറകെ തന്നെ പോവും. ഇതുമായി ബന്ധപ്പെട്ട് അതായത് കണ്ണൂര് ഇനി ഒരു കള്ളവോട്ട് ചെയ്യാൻ CPM പേടിക്കും, അത്തരത്തിലേക്ക് മാറും. കാരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചരിത്രങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും K. സുധാകരൻ കോടതിയിൽ പോയിട്ട് വിജയിച്ചൊരു സാഹചര്യമുണ്ട് കള്ളവോട്ടിന്റെ പേരിൽ. 200, 300, 400 പ്രഥമ ദൃഷ്ടിയാൽ കാണുന്നതാണ്. 200 വോട്ടിനൊക്കെ തോൽക്കുമ്പോഴാണ് 5000 കള്ളവോട്ട് ചെയ്തിട്ടാണ് 200 വോട്ടിന് തോക്കുന്നത്. അപ്പം ഇനിയും അത് തന്നെയായിരിക്കും അവിടെ കാലങ്ങളായിട്ട് അത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും അവിടെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ വലിയ CPM-നെ സംബന്ധിച്ച് എന്താണ്, ഒരു ബൂത്ത് കെട്ടാൻ അവർ സമ്മതിക്കത്തില്ല. ബൂത്ത് അടക്കം അവർ പിടിച്ചെടുക്കും. വോട്ട് ചെയ്യാൻ പോകുമ്പോ തിരിച്ചൊന്നും മിണ്ടാൻ പറ്റത്തില്ല. ഇത് കള്ളവോട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി പോടാന്ന് പറയാം. അവിടുന്ന് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അടിച്ചോടിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് KC വേണുഗോപാൽ വെല്ലുവിളിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിൽ മുഴുവൻ ഇത് ചർച്ചയാകുന്ന ഒരു വിഷയമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അദ്ദേഹം ദേശീയ നേതാവായുണ്ട്, ദേശീയ തലത്തിൽ തന്നെ ഇത് ചർച്ചയാകുന്ന ഒരു വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും CPM-മാരൊന്ന് പേടിക്കും, ഭയക്കും. ഓൾറെഡി അവർ വെട്ടിലായിരിക്കുകയാണ്. കാരണം ധനരാജ് ഫണ്ട് തട്ടിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ പോലും അതിന്റെ അതായത് കണ്ണൂരിലെ CPM-മാർക്ക് തന്നെ പിണറായി വിരുദ്ധതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടിക്കകത്ത് പാർട്ടി വിരുദ്ധതയുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കള്ളവോട്ടിന്റെ പേരിലും കൂടെ ആക്ഷേപം കേൾക്കാൻ, അല്ലെങ്കിൽ കള്ളവോട്ട് കാലങ്ങളായിട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പിടി വീഴുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. കാരണം നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ധർമ്മടത്താണെങ്കിൽ പോലും അബ്ദുൾ റഷീദ് VP പോലുള്ള ചുണക്കുട്ടികളാണ് മത്സരിക്കുന്നത്, സുധാകരന്റെ പിള്ളേരൊക്കെയാണ് മത്സരിക്കുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ചോദ്യം ചോദിക്കാൻ അറിയാവുന്ന ഒരു തലമുറ അവിടെ വളർന്നു വരുന്നുണ്ട്, തിരിച്ചു ചോദിക്കാൻ അറിയാവുന്ന തലമുറ അവിടെ വളർന്നു വരുന്നുണ്ട്. അത് CPM-ന് എന്താണെങ്കിലും തിരിച്ചടിയാവും.